Hello and welcome to EasyLearn 365 Business Regulation classes. Today we are going to talk about contingent contracts. Contingent contracts in വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്താണ് contingent contract എന്ന് നോക്കാം. According to section 31, contingent contract as a contract to do or not to do something if some event collateral to such contract does or does not happen. ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യണം. പക്ഷേ അതിനൊരു കൊളാട്രൽ ഇവന്റ് ഉണ്ടാവുമ്പോഴാണ് ഇവിടെ കണ്ടിജന്റ് കോൺട്രാക്ട് എന്നുള്ളത് അറൈസ് ചെയ്യുന്നത്. വിശദമായി നമുക്കതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. The event on which the performance depends upon may be either an event which is certain to happen, though no one knows when it happened, or it may be an event which is uncertain. In other words, the said event may or may not happen. The contract of insurance, indemnity and guarantee etc. are contingent contracts. Contingent contracts are also called conditional contracts under English law. വിശദമായി ഞാൻ അതിനെ സംബന്ധിച്ച് സംസാരിക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൽ പറയുന്നത് എന്താണ്? നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്കൊരു ഇൻഷുറൻസ് തരികയാണ്, റിസ്ക് കവറേജ് തരികയാണ്. പക്ഷെ അവിടെ പറയുന്ന കാര്യം എന്താണ്? നമ്മളുടെ ലൈഫിൽ ഇന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മരണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ഇത്ര രൂപ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നാം ഇത്ര പ്രീമിയം അടയ്ക്കുമ്പോൾ ഇത്ര രൂപ ഇൻഷുറൻസ് തരാമെന്ന് പറയുന്നു. പക്ഷേ ആ രൂപ തരണമെങ്കിൽ അതിന് കൊളാട്രലായിട്ട് ഒരു കാര്യം സംഭവിക്കണം. അത് നമ്മൾ ചിലപ്പോൾ ആക്സിഡന്റ് ആവാം, ചിലപ്പോൾ ഡെത്ത് ആവാം, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഫയർ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിസ്ക് ആകാം. ഏത് റിസ്ക് ആണോ അവിടെ കവർ ചെയ്യുന്നത് ആ റിസ്ക് അവിടെ സംഭവിച്ചിരിക്കണം. ഇനി മറ്റു ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോഴായിരിക്കാം നമുക്ക് അവിടെ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഇത്തരം കോൺട്രാക്ട്സിനെയാണ് നമ്മൾ കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കണ്ടിജന്റ് ഈസ് ഓൾവേസ് അൺസർട്ടൺ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവിയിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് എസെൻഷ്യൽസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ദ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് വിൽ ഡിപ്പെൻഡ് ഓൺ എ ഫ്യൂച്ചർ ഇവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്യൂച്ചർ ഇവന്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് പെർഫോം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ദ ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ് മസ്റ്റ് ബി അൺസർട്ടൺ. ഒരിക്കലും നമുക്ക് സെർട്ടനിറ്റി ഉള്ള കാര്യങ്ങളിൽ കണ്ടിജൻസി ഇല്ല. അൺസർട്ടൺ ആയ സിറ്റുവേഷൻസിൽ മാത്രമേ കണ്ടിജന്റ് കോൺട്രാക്ട്സ് നിലനിൽക്കുന്നുള്ളൂ. മൂന്ന്, ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സച്ച് ഫ്യൂച്ചർ ഇവന്റ് ഷുഡ് നോട്ട് ഫോം an essential part of the contract, but it should only be collateral to it. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊളാറ്ററൽ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റിനെ ഒന്ന് വിശദീകരിക്കാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ്, ഒരു 20,000 രൂപ തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു TV സെറ്റ് തരാമെന്ന് പറയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി TV സെറ്റ് ഡെലിവറി ചെയ്യുന്നു, മറ്റേ ബി എന്ന് പറയുന്ന വ്യക്തി 20,000 രൂപ കൊടുക്കുന്നു. അത് നമ്മൾ നോർമൽ കോൺട്രാക്റ്റ് ആണ്. പക്ഷേ എ എന്ന് പറയുന്ന വ്യക്തി ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ദാറ്റ് മീൻസ് ചിലപ്പോൾ ഒരു ബ്രസീൽ ഫുട്ബോൾ ജയിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യ ക്രിക്കറ്റ് ജയിക്കുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് ഒരു TV സെറ്റ് തരാം, നിനക്ക് ഞാൻ TV സെറ്റ് തരാമെന്ന് പറയാണ്. അപ്പോൾ അവിടെ കൊളാട്രൽ ആയിട്ടുള്ള ഒരു ഇവന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. കൊളാട്രൽ ഇവന്റ് എന്ന് പറയുന്നത് ദ വിക്ടറി ഓഫ് എ ടീം ആണ്, ടീമിന്റെ വിക്ടറിയാണ്. ആ ടീമിന്റെ വിക്ടറിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ആ കോൺട്രാക്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ആ കൊളാട്രൽ ആയിട്ടുള്ള ഇവന്റ് സംഭവിക്കുമ്പോൾ മാത്രമേ അവിടെ ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം വരുന്നുള്ളൂ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സച്ച് ഫ്യൂച്ചർ ഇവന്റ് മസ്റ്റ് ബി ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദ കോൺട്രാക്ടിങ് പാർട്ടീസ്. നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യം ആണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ മാത്രമേ അതിനെ നമുക്ക് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ ഡിഫറെന്റ് റൂൾസിലേക്ക് നോക്കാം. എങ്ങനെ നമുക്കൊരു കണ്ടിജന്റ് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് നോക്കാം. ഒന്ന്, an uncertain event happening. Contingent contracts
to do or not to do anything if an uncertain future event happens cannot be enforced by law unless and until that event has happened. ഒരു ഇവന്റ് സംഭവിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോൺട്രാക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇവന്റ് സംഭവിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺട്രാക്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എക്സാമ്പിൾ നോക്കാം. S makes a contract to sell his scooter with T for rupees 25,000 if V refuses to buy it to whom the offer was made first. അപ്പോൾ എസ് ടിയോട് പറയാണ് 25,000 രൂപയ്ക്ക് സ്കൂട്ടർ തരാം. പക്ഷെ ഒരു പ്രോബ്ലം, നേരത്തെ ഒരു ഓഫർ വിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഓഫർ വി വേണ്ട എന്ന് പറയുന്നു എങ്കിൽ മാത്രമേ ഞാൻ ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയാം. അപ്പോൾ വി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു റിഫ്യൂസൽ അവിടെ ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, ഇവൻ നോട്ട് ഹാപ്പനിങ്. Contingent contract to do or not to do anything if an uncertain future event does not happen can be enforced when the happening of that event becomes impossible and not before. ഇമ്പോസിബിൾ ആയെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്ട് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. മുമ്പ് പറഞ്ഞത് പോസിബിൾ ആവണം, രണ്ടാമത് പറയുന്നത് ഇമ്പോസിബിൾ ആവണം. നോക്കാം, ഒരു വേജർ എഗ്രിമെന്റിന്റെ കേസ് നോക്കിയാൽ, അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്, അവിടെ നമുക്ക് ആ സക്സസ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ടീം വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റി സംഭവിക്കുന്നില്ല. അത്തരം ഒരു സിറ്റുവേഷനിൽ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഡീംഡ് ഇമ്പോസിബിലിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡീംഡ് ഇമ്പോസിബിലിറ്റി, വെൻ ദ കണ്ടിജൻസി ഇൻ എ കോൺട്രാക്ട് ഈസ് സം ഫ്യൂച്ചർ സ്പെസിഫൈഡ് ആക്ട് ഓഫ് എ തേർഡ് പേഴ്സൺ, the contingency becomes impossible when such third person does anything which renders the specified act impossible for the time being. ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ പ്രവർത്തനം മുഖാന്തരമായിട്ട് ആ കോൺട്രാക്ട് ഇമ്പോസിബിൾ ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡീംഡ് ഇമ്പോസിബിലിറ്റി വരും. ഫോർ എക്സാമ്പിൾ നോക്കാം, X agrees to pay rupees 1 lakh if Y marries Z, but Z married B. അപ്പോൾ Y സെഡിനെ മാരേജ് ചെയ്യുകയാണെങ്കിൽ എക്സ് കുറച്ച് പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇവിടെ സെഡ് ബീനെയാണ് മാരേജ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള സെഡിന്റെ ആക്ട് കൊണ്ട് അവിടെ ആ കോൺട്രാക്ട് ഇമ്പോസിബിളായി മാറി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഈ വേറൊരു സിറ്റുവേഷൻ റിട്ടേൺ സംഭവിക്കാം. ബി ഏതെങ്കിലും കാരണവശാൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും വൈനെ മാരേജ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി അടുത്തൊരു, സ്പെസിഫൈഡ് ഇവന്റ് നോട്ട് ഹാപ്പനിങ് വിത്തിൻ ഫിക്സഡ് ടൈം. Contingent contracts to do or not to do something if a specified uncertain event does not happen within a fixed time may be enforced by law when the time fixed happens has expired if it becomes uncertain that such event will not happen. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിക്കുന്ന എന്താണ്, ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെസിഫൈഡ് ടൈം, നമ്മൾ ഫിക്സഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഫിക്സഡ് ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ആ കോൺട്രാക്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി വെൻ വോയിഡ് ആവുന്ന സിറ്റുവേഷൻ, കണ്ടിജന്റ് കോൺട്രാക്ട്സ് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ് ഇഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവന്റ് ഹാപ്പൻസ് വിത്ത് എ ഫിക്സഡ് ടൈം ബിക്കംസ് വോയിഡ് ഇഫ് ദ expiration of the time fixed when such event has not happened of it before the time fixed. ഒരു എക്സാമ്പിൾ നോക്കാം. B promises to pay rupees 25,000 to C if C completes CA within 4 years. 4 വർഷത്തിനുള്ളിൽ CA കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇത്ര രൂപ തരാമെന്ന് പ്രോമിസ് ചെയ്യാണ്. അപ്പം 4 വർഷം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈം പീരീഡാണ്. ആ ടൈം പീരീഡിനുള്ളിൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ ആ കോൺട്രാക്ട് അവിടെ വോയിഡായി മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമെന്നാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇനി ഒരു ഇമ്പോസിബിൾ ഇവന്റ് എന്താണെന്ന് നോക്കാം. ഇമ്പോസിബിൾ ഇവന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീംഡ് ഇമ്പോസിബിലിറ്റി ആണ്, ഇവിടെ ഇമ്പോസിബിലിറ്റി ആണ്. Contingent agreements to do or not to do anything if an impossible event happens are void when the impossibility of the event is known
or note to the parties to the agreement at the time when it was made. നമുക്ക് ആ കോൺട്രാക്റ്റിലെ ഇമ്പോസിബിലിറ്റി ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അറിയുന്നില്ല എങ്കിലും പക്ഷെ ഭാവിയിൽ അത് ഇമ്പോസിബിൾ ആണെന്ന് മനസ്സിലാകുമ്പോൾ ആ കോൺട്രാക്റ്റിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, A agrees to pay B rupees 10,000 or 1,000 rupees if B will marry A's daughter C. C was dead at the time of agreement. The agreement is void. ഇവിടെ പറയുന്ന സിറ്റുവേഷൻ എന്താണ്? സിയെ മാരി ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കാമെന്ന് പറയാണ്. പക്ഷെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് സി വാസ് ഡെഡ്. അത് അവർക്ക് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലായി. അപ്പോൾ ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി വോയിഡ് ആയി മാറുന്നു, ഇമ്പോസിബിൾ ആയി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ദീസ് ആർ ദ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ്, എക്സിക്യൂട്ട് ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജന്റ് കോൺട്രാക്ട്സ് ആൻഡ് വേജറിംഗ് കോൺട്രാക്ട്. പല എക്സാമ്പിൾസും കാണുമ്പോൾ നിങ്ങൾക്ക് വേജറിംഗ് അഗ്രിമെന്റുമായിട്ട് ധാരാളം സാമ്യം തോന്നാം, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. A wagering agreement consists of reciprocal promises where a contingent contract may not certain or contain reciprocal promises. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസസ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. പക്ഷേ കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, എ വേജറിംഗ് എഗ്രിമെന്റ് ഈസ് എസെൻഷ്യലി ഓഫ് കണ്ടിജന്റ് നേച്ചർ വേർ എ കണ്ടിജന്റ് കോൺട്രാക്ട് മെ നോട്ട് ബി ഓഫ് വേജറിംഗ് നേച്ചർ. വേജറിംഗ് നേച്ചർ എപ്പോഴും കണ്ടിജന്റ് ആണ്, കാരണം അൺസർട്ടൺ ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പക്ഷെ കണ്ടിജന്റ് കോൺട്രാക്ട് ഒരിക്കലും വേജറിംഗ് കോൺട്രാക്റ്റിന്റെ നേച്ചറിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതിന്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചാണ്. വേജറിംഗ് എഗ്രിമെന്റ് ഈസ് വോയിഡ് വെറസ് കണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് വാലിഡ്. അപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെ കണ്ടിജന്റ് കോൺട്രാക്ട്. മറ്റൊന്ന്, ഇൻ വേജറിംഗ് എഗ്രിമെന്റ് the parties have no other interest in the subject matter of the agreement except the winning or losing of the amount of the wager. This is not so in a contingent contract. Contingent contractല് രണ്ട് പാർട്ടീസിനും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ വേജറിംഗ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. അവർക്ക് വിജയിക്കുക, അതിന്റെ പണം നേടുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇവിടെ സബ്ജക്റ്റ് മാറ്ററിൽ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് കണ്ടിജന്റ് കോൺട്രാക്ട്സിന്റെ പ്രത്യേകത. ഇൻ വേജറിംഗ് അഗ്രിമെന്റ് ദ ഫ്യൂച്ചർ ഇവന്റ് is a sole determining factor, while in a contingent contract the future event is only collateral. അപ്പോൾ ഇവിടെ വേജറിംഗ് കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടീം വിൻ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വേജറിംഗ് അഗ്രിമെന്റിൽ കാര്യങ്ങൾ ഡെലിവർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെയുള്ള കൊളാട്രൽ ഇവന്റ് ആണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യം എന്ന് പറയുന്നത് കൊളാട്രൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ TV സെറ്റ്സ് ഡെലിവർ ചെയ്യാമെന്ന് പറയുന്നു. That on the basis of the success of a team or success of something. അപ്പോൾ ആ സക്സസ് എന്ന് പറയുന്നത്, സക്സസ് ഓഫ് എ ടീം എന്ന് പറയുന്നത് കൊളാട്രൽ മാത്രമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള മാറ്റർ ആയിട്ടാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ വേജറിംഗ് അഗ്രിമെന്റിൽ അത് പ്രൈമറി മാറ്റർ ആയിട്ട് മാറും എന്നുള്ളതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് വി ക്യാൻ സേ ഇൻ കണക്ഷൻ വിത്ത് the wagering contingent agreements and wagering agreements we can say. സോ നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.